രണ്ടാമത്തെ എപ്പിസോഡും ഹോട്ട്സ്റ്റാറിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് എപ്പിസോഡും കഴിഞ്ഞ് നമുക്ക് പെട്ടെന്നൊന്നും വിധി എഴുതാനൊന്നും കഴിയില്ലെങ്കിലും അപ്പുറത്ത് തെലുങ്കു അഗ്നിപരീക്ഷ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ തന്നെ കാണാം. എങ്ങനെയുണ്ട് നമ്മുടെ അഗ്നിപരീക്ഷ? ജഡ്ജസ് എങ്ങനെയുണ്ട്? കണ്ടസ്റ്റൻസ് എങ്ങനെയുണ്ട്? അതേപോലെ തന്നെ നമ്മുടെ റെനീഷ എങ്ങനെയുണ്ട്? അഗ്നിപരീക്ഷ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അഗ്നിപരീക്ഷ 2 എപ്പിസോഡ് ആയിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ എപ്പിസോഡൊന്നും നമ്മുടെ ടി വിയിൽ വന്നിട്ടില്ല. അതിന് മുന്നേ തന്നെ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് കണ്ടസ്റ്റൻസ് തന്നെ ഇൻസ്റ്റാ പേജിലൊക്കെ നിറയുകയാണ്. ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഈവൻ നമ്മുടെ വർഷ ഇപ്പോൾ പൂജ 2 ഒക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ രണ്ടാമത്തെ എപ്പിസോഡ് ടി വിയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ഓൾറെഡി ഹോട്ട്സ്റ്റാറിലുണ്ട്. എല്ലാവർക്കും പോയി അത് കണ്ടു നോക്കാം, കണ്ടിട്ട് വന്നിട്ട് സംസാരിക്കാം. അപ്പം എങ്ങനെയുണ്ട് അഗ്നിപരീക്ഷ? അപ്പം എല്ലാവർക്കും ഞാൻ ഈ ഏഷ്യാനെറ്റിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ, ബാക്കിയുള്ളവരുടെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഞാനൊന്ന് പോയി നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അഗ്നിപരീക്ഷ ബിഗ് ബോസ് കൂടുതൽ ആരാധകരായിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ചിലവർ കൂടുതലും പറഞ്ഞ് എടുത്തുകൊണ്ട് മാപ്പോ ഈശോ നമുക്കിത് കാണണ്ട, നമുക്ക് ബിഗ് ബോസ് മെയിൻ സീസൺ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് സീസൺ കണ്ടാൽ മതി, ലാലേട്ടനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നു. ഇത് വേണ്ട, ഭയങ്കര ബോറാകുന്നു എന്നെല്ലാം പറയുന്ന കമൻസ് ഞാൻ കാണുന്നുണ്ട്. അതിന് താഴെ റിപ്ലൈ ആയിട്ട് ബോറാണെങ്കിൽ നിങ്ങളിതൊന്നും കാണണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കുന്ന കമൻറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ മലയാളത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഇതുണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഇവിടുത്തെ കണ്ടസ്റ്റൻസ്, ജയിച്ച കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഈ വിന്നേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിലും ടോപ്പ് 5 വന്നിട്ടുള്ളവരാണെങ്കിലും ഈ നെഗറ്റീവായ ആൾക്കാർ കൂടുതൽ, നെഗറ്റീവ് ആവുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതൽ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അക്സെപ്റ്റൻസ് കുറവാണ് നമ്മുടെ ഇവിടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് പ്രേക്ഷകരുടെ ഇടയിൽ. ഒന്നെങ്കിൽ അങ്ങ് എടുത്തങ്ങ് പൊക്കി അങ്ങ് സൂപ്പർ ഓവർ ഹൈപ്പ് കൊടുക്കും, ഇല്ലെങ്കിൽ അങ്ങ് ചാവിട്ടി തേച്ചിട്ട് ഒന്നും അല്ലാതെയാക്കും. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ പതുക്കെ 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 നമ്മുടെ ഓർമ്മയിൽ നിന്നേ അങ്ങ് മാഞ്ഞു പോവും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. പിന്നെ കുറച്ചുള്ളവരൊക്കെ, ചിലവരൊക്കെ ഇൻഡസ്ട്രിയിൽ കയറി ഒന്ന് പച്ച പിടിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് സിനിമയൊക്കെ ചെയ്ത് അവർക്ക് പിന്നെ ഇങ്ങോട്ടേക്ക് വരാനേ താല്പര്യമില്ല സോഷ്യൽ മീഡിയയിലേക്ക്. കാര്യം അവർക്ക് പേടിയാണ്. പിന്നെ ഓൾറെഡി പോസിറ്റീവായിട്ട് രക്ഷപ്പെട്ട് പോയ ആൾക്കാർക്ക് തിരിച്ച് ഈ ഒരു ഫീൽഡിലേക്കും റിയാലിറ്റി ഷോയിൻ്റെ ഫീൽഡിലേക്കും വരാനൊരു പേടിയാണ്. അയ്യോ ഇനി തിരിച്ച് നമ്മളെ വിളിക്കല്ലേ, നമുക്ക് വയ്യ ഇനി അതൊന്ന് നേരിടാൻ എന്നുള്ള രീതിയാണ്. അതാണ് നമ്മുടെ മലയാളം സോഷ്യൽ മീഡിയ, മലയാളം റിയാലിറ്റി ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജഡ്ജസിനെ കിട്ടാനും ഹോസ്റ്റിനെ നമുക്ക് ഇതിൻ്റെ പകരം ആരായിരിക്കും റെനീഷയ്ക്ക് പകരം ഒരു ആങ്കർ എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ എനിക്ക് രഞ്ജിനി മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരെയും വരുന്നില്ല. അപ്പോൾ റെനീഷയുടെ ഹോസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചിലവർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ചിലവർ പറയുന്നത് ഇനി കണ്ട് ശരിയായിക്കോളും എന്നും പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും പറയാനുള്ളത്, പുള്ളിക്കാരി അങ്ങ് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ ഇടയിലാണ് നമുക്ക് അയ്യോ ഇതെന്താ കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ഫീൽ വരുന്നത്. എനിക്ക് നമ്മൾ കണ്ട് വരുമ്പോഴത്തേക്ക് ശരിയാവുമായിരിക്കും. അതുപോലെ തന്നെ ജഡ്ജസിൻ്റെ കാര്യവും സാബുമോൻ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ സാബു, രഞ്ജിനി, റിയാസാണ് ആദ്യം ജഡ്ജായിട്ട് വരാനിരുന്നത്. എനിക്ക് അവർ കിട്ടിയ ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് പിന്നെയാണത് സാബു ചേട്ടൻ എന്തോ പ്രശ്നം അല്ലെങ്കിൽ എന്തോ ഒരു സിനിമ എന്തോ സംഭവം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു അത് അഖിൽ റീപ്ലേസ് ചെയ്തിട്ടാണ് എനിക്കൊരു ഓർമ്മ. അങ്ങനെയാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും രഞ്ജിനി ഹോസ്റ്റായിട്ട് കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ജഡ്ജിനെ കാട്ടിയും. പക്ഷേ ഇപ്പോൾ എനിക്ക് നോക്കുമ്പോഴത്തേക്കും രഞ്ജിനി അവിടെ ഭയങ്കരമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഓവർ ഇതായിട്ട് നിൽക്കുന്നുണ്ട്, ഓവർ ഷാഡോ തന്നെ ചെയ്യുന്നുണ്ട് രണ്ടുപേരെയും. ചില സമയത്ത് കുറച്ച് ഓവർ ആവുന്നുമുണ്ട്. പക്ഷേ എന്നാലും രഞ്ജിനിയും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര ഒരു പിന്നെയും ഒരു സൈലൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. കുറച്ചും കൂടെ ഷോ ഡള്ളാകുന്ന പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യും, പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? രഞ്ജിനി ഹോസ്റ്റ് മറ്റേ ആങ്കർ ചെയ്യാനും ഇല്ല, ജഡ്ജായിട്ടും ഇല്ല എങ്കിൽ പിന്നെ ആരെന്നുള്ള രീതിയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സത്യം പറയാൻ നിങ്ങൾ കുറേ പേരുകൾ സജസ്റ്റ് ചെയ്യൂ, പിന്നെ ആര് എന്നുള്ളത്. കുറച്ച് പേരുകളൊക്കെ എനിക്കും ഉണ്ട്. ഓക്കെ, അവർക്ക് പറ്റുമായിരിക്കും നല്ല രീതിയിൽ. പക്ഷേ എന്നാലും വളരെ കുറച്ച് പേരുകളെ നമുക്ക് പിന്നെ എടുത്ത് പറയാനുള്ളൂ. സീസൺ 1 വെച്ച് നോക്കുകയാണെങ്കിൽ പേളി, അല്ലെങ്കിൽ നമ്മുടെ ഷിയാസ് ഉണ്ട്. കുറച്ചൊന്ന് മാറി നിൽക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഈ പറയുന്നത്. കുറച്ചൊന്ന് വേറിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇതിൽ നിന്ന്. അത് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ ടോപ്പ് 5 അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് വേറിട്ട് ശ്വേത മേനോൻ, അതേപോലെ തന്നെ കുറച്ച് മാറി നിൽക്കുന്നത് സീസൺ 2 രജിത് കുമാർ, ആര്യ. പിന്നെ സീസൺ 3 വളരെ കുറച്ച് കുറവാണ്. കാര്യം എല്ലാവരും ഒരുപോലെ ഏകദേശം ഭയങ്കര മാറി. ഫിറോസ് ഖാൻ, ഈ DFK. പിന്നെ സീസൺ 4 എനിക്ക് തോന്നുന്നു ഓക്കെ റിയാസ് ഓൾറെഡി ഉണ്ട്. പിന്നെ
പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇതാക്കാൻ വേണ്ടി കണ്ടന്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാറി നിൽക്കുന്ന അതായത് കുറച്ച് കോൺട്രവേഴ്സിൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുവരാം. 5-ൽ അഖിൽ മാരാർ ആപ്റ്റാണ്, റിയാസ് ആപ്റ്റാണ്, രഞ്ജിനി ആപ്റ്റാണ്, ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പേരുകൾ. സോ ഈവൻ നമ്മൾ നെഗറ്റീവ് ഷെയ്ഡിലുള്ള ആൾക്കാർ വരെ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ജഡ്ജായിട്ട് വരാൻ കറക്റ്റാണ്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരെയും പെട്ടെന്ന് തന്നെ. പലരെയും ഇപ്പോൾ ഒരു ചെറിയത് പിന്നെ അത് ഭയങ്കര അക്സെപ്റ്റൻസ് കുറവാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ. തെലുങ്കു അഗ്നിപരീക്ഷ നിങ്ങൾ കണ്ടായിരുന്നു. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അഗ്നിപരീക്ഷയുടെ ആ ഒരു ഫോർമാറ്റ് റോഡീസ് ടൈപ്പാണ്. നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം. ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ട്, രണ്ടാമത്തെ എപ്പിസോഡ് ഓൾറെഡി വന്നു. നിങ്ങൾ കണ്ടു നോക്കുക, അതിൻ്റെ പ്രൊമോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. റോഡീസ് ടൈപ്പാണ്. റോഡീസ് ഒരു നമ്മുടെ ഹിന്ദി റിയാലിറ്റി ഷോയാണ്. വർഷങ്ങളായിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ തന്നെ 19 അത്രയായി. അപ്പോൾ എന്തായിരുന്നാലും വർഷങ്ങളായിട്ടുള്ള റോഡീസിൻ്റെ അതേ ഒരു ഓഡീഷൻ ഫോർമാറ്റാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ഇപ്പം നടന്നതിനകത്ത് ഒരു കണ്ടസ്റ്റൻ്റോട് ഷൂ പോളിഷ് ചെയ്യാൻ പറയുന്നുണ്ട്, ഷൂ വൃത്തിയാക്കാൻ പറയുന്നുണ്ട്. അത് വേറെ ആരുടെ അല്ല, അവിടെ വെച്ചേക്കുന്ന ഒരു ഷൂ ആണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്ക് താല്പര്യമില്ല, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജഡ്ജി തന്നെ വന്നിട്ട് പാവാട കുറച്ചും കൂടി നീക്കും, ഞാൻ നിങ്ങളുടെ ഷൂ ക്ലീൻ ചെയ്ത് തന്നെ പറഞ്ഞ് പുള്ളിക്കാരിയുടെ ഷൂസ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഒരു ജോലിയും ചെറുതല്ല, അതിനെല്ലാത്തിനും അതിനകത്തുള്ള മഹിമയുണ്ട്. സോ ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഡിഫറെൻറ്റ് നല്ലൊരു ഓറയായിട്ട് എനിക്ക് തെലുങ്കു അഗ്നിപരീക്ഷ തോന്നുന്നുണ്ട്. നമ്മുടേതും അതുപോലെ വരും തീർച്ചയായിട്ടും വരും. നമ്മുടെ ഓഡിയൻസ് കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചും കൂടെ ഒരു അക്സെപ്റ്റൻസ് വരട്ടെ. എല്ലാത്തിനും നമ്മൾ അത് കൊള്ളൂല, അക്സെപ്റ്റൻസ് വരട്ടെ, നമുക്ക് വരും. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കണ്ടസ്റ്റൻസ് ഓൾറെഡി വന്ന കണ്ടസ്റ്റൻസ് തന്നെ ഇപ്പം ഈവൻ ഇന്നലെ കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കിയ വർഷ, അതായത് പേരെഴുതിയത് പേളിയുടെയാണ് പക്ഷെ പറഞ്ഞത് രഞ്ജിനിയുടെയാണ്. പുള്ളിക്കാരി ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇൻസ്റ്റയിൽ. നമ്മളിപ്പോൾ എത്ര ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നാലും ആൾക്കാർ കാണുന്നതിനെ മാത്രമേ അസസ് ചെയ്യുള്ളൂ. ബിഗ് ബോസിൻ്റെ ഒരു കുഴപ്പമാണത്. അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ രാജാവാവണം, എന്നാലേ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടാവും മറ്റുള്ളവരെ പോലെ ചീത്ത വിളിക്കാനൊക്കെ. അപ്പോൾ ഇവിടെ പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി 1 മാസം മുന്നേ എഴുതി കൊടുത്തതാണ്, അതുകൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ ഇത് മാറി, പേളിയായി, ഇത് പിന്നെ രഞ്ജിനിയായി, അതുകൊണ്ട് എനിക്ക് അവിടെ പറയുമ്പോൾ കൺഫ്യൂഷനായി. ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു, അവർ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. അതൊരു വെല്ലെഡിറ്റഡ് ഷോയാണ്. നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം അവർ ജനങ്ങൾ വിശ്വസിക്കില്ല. അതേപോലെ പൂജ 2 ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആദ്യത്തെ 10 മിനിറ്റ് തെറിച്ച് നിൽക്കുന്ന പൂജ 2 വന്നിട്ടുണ്ട്. എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, എന്നെ എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. സോ ക്ലാരിഫിക്കേഷൻസ് ആയിട്ട് അവരും വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ അഗ്നിപരീക്ഷ നമുക്കൊരു ഫസ്റ്റ് അനുഭവമാണ്. നമുക്കിപ്പോൾ ആദ്യമേ തന്നെ ഇതിനെ പ്രീജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെ പോകും, അതായത് എപ്പിസോഡ് 3 തൊട്ട് നല്ല മാറ്റങ്ങൾ വരാം. നമുക്ക് ആദ്യമേ ജഡ്ജ് ചെയ്യേണ്ട. എന്തായിരുന്നാലും ജഡ്ജസ് ഇപ്പം ഞാൻ പറയുന്നത് ഉള്ളത് വെച്ച് നല്ല ഓക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ രഞ്ജിനി ആണെങ്കിലും അഖിലാണെങ്കിലും റിയാസ് ആണെങ്കിലും, അഖിലൊക്കെ എനിക്ക് തോന്നുന്നു രഞ്ജിനി കുറച്ച് ഓവർ ഷാഡോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റ് 2 ജഡ്ജസിനെയും. അഖിലും റിയാസും കുറച്ചും കൂടെ ഒന്ന് കയറി വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. റനീഷ കുറച്ചും കൂടെ ഒന്ന് റിയലായി നിൽക്കട്ടെ, കുഴപ്പമില്ല. പുള്ളിക്കാരി ഫുൾ എഫോർട്ട് ഇടുന്നുണ്ട്. പക്ഷേ റനീഷ നമ്മൾ അങ്ങനെ അല്ല കണ്ടേക്കുന്നത്, അതുകൊണ്ടാണ് നമുക്കത് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.